പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ആദ്യത്തേത് റസൽമേനിയ 42 എന്ന അടുത്ത WWE ഗ്രാൻഡസ്റ്റ് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ പെൻഡ ഒരു ലാഡർ മത്സരത്തിലൂടെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പെൻഡയെ കൂടാതെ 4 റെസ്ലേഴ്സിനെയാണ് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. ഡ്രാഗൻ ലീ, ജിവോൺ എവൻസ്, JD മെക്ഡോണ, റൂസേവ് തുടങ്ങിയവർക്കെതിരെയാണ് ലാഡർ മത്സരത്തിൽ പെൻഡ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ പെൻഡ വേഴ്സസ് കോഫി കിങ്സ്റ്റൺ തമ്മിലുള്ള ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. കോഫി കിങ്സ്റ്റനെ കിടിലൻ പെർഫോമൻസോട് കൂടി പെൻഡ പരാജയപ്പെടുത്തുന്നതും അതിനുശേഷമുള്ള സെലിബ്രേഷൻ സെഗ്മെൻറ്റിലുമാണ് ഈ ഒരു മത്സരം പെൻഡ അനൗൺസ് ചെയ്യുന്നത്. കോഫിയുമായിട്ടുള്ള ഒരു മത്സരം ഒരു സോഷ്യൽ മീഡിയ ഓപ്പൺ ചലഞ്ചിലൂടെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ സംഭവിച്ചത്. ഒരു ടൈറ്റിൽ ചേഞ്ച് ഉണ്ടാകില്ല എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു. അത്തരത്തിൽ തന്നെയാണ് മത്സരം കാണാൻ സാധിച്ചത്. റസൽമേനിയ 42 മാച്ച് കാർഡ്സ് മാച്ച് ടൈം ഫിൽ ചെയ്യുക എന്നുള്ളതിൽ ഉപരി ഈ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് മറ്റ് ഒരു സ്റ്റോറി ലൈനിൻ്റെ ഒരു ബാക്കപ്പ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഈ ലാഡർ മത്സരം റസൽമേനിയ 42 വേറെ ലെവലാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കോമ്പറ്റീറ്റേഴ്സിനെയാണ് നിലവിൽ അതിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലാഡർ മത്സരത്തിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രിഡിക്ഷൻസ് അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. രണ്ടാമതായി റസൽമേനിയയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ നയ ജാക്സ്, ലാഷ് ലെജൻഡ് തുടങ്ങിയവരുടെ ടീം ഫേറ്റൽ ഫോർവേ മത്സരത്തിലാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇവരെ കൂടാതെ ബെല്ല ട്വിൻസ് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമേഴ്സ്, ഷാർലറ്റ് ഫ്ലെയർ, അലക്സിയ ബുൾസ് തുടങ്ങിയ മുൻ ചാമ്പ്യന്മാർ, ലൈറ വാൽക്കീരിയ, ബെയ്ലി തുടങ്ങിയവരുടെ ടീമും ഈ ഒരു ഫേറ്റൽ ഫോർവേയിൽ പങ്കെടുക്കുന്നുണ്ട്. റോ എപ്പിസോഡിൽ നിലവിലെ ചാമ്പ്യന്മാരെ ലൈറ വാൽക്കീരിയ, ബെയ്ലി തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ മത്സരം ഗംഭീരമായിട്ട് വരുന്നതിൻ്റെ ഇടയിലാണ് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നത്. ബെല്ല ട്വിൻസ്, ഷാർലറ്റ്, അലക്സിയ തുടങ്ങിയവരുടെ ടീമിൻ്റെ ഇടപെടലാണ് ഡിസ്ക്വാളിഫിക്കേഷനിലേക്ക് നയിച്ചത്. പിന്നീട് നടന്ന ഒരു കൂട്ടത്തല്ലിൽ ആർക്കും ആധിപത്യം കിട്ടാത്ത രീതിയിൽ നിലവിലെ ചാമ്പ്യന്മാരെ എടുത്ത് പുറത്തേക്ക് ഇടുന്ന രീതിയിലുള്ള ഒരു മൊമെൻ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഫേസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന 3 ടീമും ഒരേ സമയം റിങ്ങിൽ നിൽക്കുന്നതും വലിയൊരു ആർഗ്യുമെൻറ്റ് നടത്തുന്നതും നമുക്ക് ഈ ഒരു ഒഫീഷ്യൽ മാച്ച് കാർഡിന് മുൻപുള്ള സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചു. ഇത്തരത്തിലുള്ളൊരു ഫേറ്റൽ ഫോർവേ റസൽമേനിയ 42 മാച്ച് ടൈം ഫിൽ ചെയ്യാൻ വേണ്ടി എന്നുള്ളതിൽ ഉപരി മറ്റൊന്നും നമുക്ക് സമ്മാനിക്കില്ല എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആണ്. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമതായി റസൽമേനിയയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത് ഡൊമിനിക് മെയ്സ്റ്റീരിയോ എന്ന് പറയുന്ന മുൻ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനും ജഡ്ജ്മെന്റ് ഡേയിൽ നിന്ന് ഡൊമിനിക്കും സംഘവും ചേർന്ന് പുറത്താക്കിയ സൂപ്പർ താരമായ ഫിൻ ബെലറും തമ്മിലുള്ള ഒരു 1-on-1 മത്സരമാണ്. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള പ്രഡിക്ഷൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമതായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളത് സെത്ത് ഫ്രീക്ക് റോളിൻസ് വേഴ്സസ് ദ റിംഗ് ജനറൽ, കരിയർ കില്ലർ എന്നൊക്കെ അറിയപ്പെടുന്ന ഗുന്തർ തമ്മിലുള്ള ഒരു 1-on-1 മത്സരമാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ദ ഒറാക്കിൾ എന്നറിയപ്പെടുന്ന പോൾ ഹേമൻ സെത്ത് റോളിൻസിനെ വെല്ലുവിളിക്കുന്ന ഒരു സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു. അങ്ങോട്ടേക്ക് ജനറൽ മാനേജറായ ആദം പിയേഴ്സ് വന്നിട്ട് സെത്ത് റോളിൻസിനെ ആ ഒരു ജയിലിൽ നിന്ന് വിട്ടയച്ചു എന്നും സെത്ത് റോളിൻസ് മെഡിക്കലി ക്ലിയർ ആയി എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന അപ്ഡേറ്റും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. പിന്നീട് അപ്പോൾ തന്നെ സെത്തിൻ്റെ മ്യൂസിക് പ്ലേ ആകുകയും സെത്ത് പിറകിലൂടെ വന്ന് സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് പോൾ ഹെയ്മനെ ആക്രമിക്കുന്നതും കാണാൻ സാധിച്ചു. അപ്പോൾ സ്റ്റീൽ ചെയറിലേക്ക് ഹെയ്മനെ കെർബ് സ്റ്റോംപ് ചെയ്യാൻ വേണ്ടി ആ കോർണറിലേക്ക് മാറിയ സെത്തിൻ്റെ കാല് പിടിച്ച് വലിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ട് ഗുന്തർ സെത്തിനെ സബ്മിഷനിലൂടെ ലോക്ക് ചെയ്ത് ആക്രമിക്കുന്നത്. പിന്നീടാണ് ഈ ഒരു മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുന്ന ഒരു അപ്ഡേറ്റും കൂടി പുറത്തേക്ക് വന്നത്. അപ്പോൾ പല കൂട്ടുകാർക്കും സംശയമുണ്ട് ഗുന്തർ വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള മത്സരം എന്തുകൊണ്ട് റസൽമേനിയയിലേക്ക് വന്നു എന്നുള്ളത്. അത് ഈ 2 റെസ്ലേഴ്സിനും റസൽമേനിയയിൽ മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 റെസ്ലേഴ്സിൻ്റെ യഥാർത്ഥ എതിരാളികൾ 2 പേരും വ്യത്യസ്ത ഇഞ്ചുറികൾ കാരണം മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ റെസ്ലേഴ്സിനെ തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് ഒരു മാച്ച് കാർഡ് ഫിൽ ചെയ്യാൻ വേണ്ടി ഒരു റാൻഡം മാച്ച് എന്നുള്ള രീതിയിലാണ് ഈ ഒരു മത്സരം അനൗൺസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ സെത്തും ഗുന്തറും തമ്മിലുള്ള ഒരു ഹിസ്റ്ററി ഒന്നും ഈ ഒരു സ്റ്റോറി ലൈനിൽ അവർക്ക് പറയാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അടുത്ത റോ എപ്പിസോഡിൽ വന്ന് ഗുന്തർ നൽകിയാലും അതൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മാത്രമായിരിക്കും. അല്ലാതെ റസൽമേനിയയിലേക്ക് വരുന്ന ഒരു ലോങ് ടൈം സ്റ്റോറിയുടെ ഭാഗമായിട്ടുള്ള ഒരു മത്സരമാണ് എന്നൊന്നും ഇത് പറയാൻ സാധിക്കില്ല. എന്തായാലും ഗുന്തർ വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ഒരു നല്ലൊരു മത്സരം റസൽമേനിയ 42 പ്രതീക്ഷിക്കാം. സെത്ത് റോളിൻസ് മെഡിക്കലി ക്ലിയർ ആയി എന്നുള്ള ഒരു ഇഞ്ചുറി അപ്ഡേറ്റും കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഇനി ഇന്നത്തെ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച മറ്റ് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് നോക്കിയാൽ അതിൽ രണ്ടാമത്തേത് ഇപ്പോൾ നമ്മൾ 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ മൂന്നാമത്തേതായിട്ടുള്ള ഒരു മത്സരം കൂടി നടന്നു. അതായത് റോ എപ്പിസോഡിലെ ആദ്യത്തെ ഒരു മത്സരം നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ദ ഊസോസ്, ദ വിഷൻ ടീമിലെ ഓസ്റ്റിൻ തിയറി, ലോഗൻ പോൾ തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത സ്ട്രീറ്റ് ഫൈറ്റ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം അപ്രതീക്ഷിതമെന്നോണം ഐഷോ സ്പീഡിൻ്റെ ഒരു ഇടപെടലും തുടർന്ന് ദ വിഷൻ ടീമും വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കെൻഡോ സ്റ്റിക്ക്, ട്രാഷ് ക്യാന്, ടേബിള് തുടങ്ങിയ വെപ്പൺസും ഫർണിച്ചേഴ്സും ഒക്കെ ഈ ഒരു മത്സരത്തിലേക്ക് ഉപയോഗപ്പെടുന്നതായിട്ട് കാണാൻ സാധിച്ചു. ആ ബ്രാസ് നെക്കിൾസ് ഉപയോഗിച്ച് ഊസോസിനെ അടിക്കാനുള്ള ലോഗൻ പോളിൻ്റെ ശ്രമത്തിന് തടയിട്ടത് സ്പെഷ്യൽ ഗസ്റ്റ് കമൻറ്റേറ്ററായിട്ട് വന്ന LA നൈറ്റ് ആയിരുന്നു. പക്ഷേ ഐഷോ സ്പീഡ് അപ്രതീക്ഷിതമെന്നോണം LA നൈറ്റിനെ നോക്കൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഞ്ച് പുറപ്പെടുവിക്കുന്നു. ഈ ഒരു അവസരം ലോഗൻ പോൾ യൂസ് ചെയ്യുന്നു. ജിമ്മി ഊസോയെ ആ ബ്രാസ് നെക്കിൾസ് ഉപയോഗിച്ച് അടിക്കുന്നതും ഈ അവസരത്തിൽ ഓസ്റ്റിൻ തിയറി ജിമ്മി ഊസോയെ അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന ജിമ്മി ഊസോയെ പിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മൊമെൻ്റാണ് ദ വിഷൻ ടീം പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നതിലേക്ക് നയിച്ചത്. അതിനുശേഷമുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഐഷോ സ്പീഡ്, ലോഗൻ പോൾ ഇവർ സെലിബ്രിറ്റീസ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവരുടെ ഒരു ചരിത്രം പറയുന്ന രീതിയിൽ ലോഗൻ പോളിൻ്റെ കൂടെ ഐഷോ സ്പീഡ് വന്നു നിൽക്കുന്നു. എന്താണ് തനിക്ക് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാത്ത രീതിയിൽ താൻ ദ വിഷൻ ടീമിനെ സഹായിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഐഷോ സ്പീഡ് പെരുമാറുന്നതും ഇതൊന്നും കുഴപ്പമില്ല, നിന്നെ അവരൊന്നും അടിക്കാൻ പോകുന്നില്ല, നീ ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ എന്നുള്ള നിലയിൽ ദ വിഷൻ ടീം ഐഷോ സ്പീഡിൻ്റെ കൂടെ നിൽക്കുന്നതുമായിട്ടുള്ള മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു. ഗംഭീരമായിട്ട് ആ ഒരു ഭാഗങ്ങൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ പ്രൊഡ്യൂസ് ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ റോ എപ്പിസോഡിലെ ഏറ്റവും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാച്ച് റിസൾട്ട് എന്ന് പറയുന്നത് ഈ പുതിയ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരെ കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. മത്സരം ഒരു ഗംഭീരം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഒരു എബവ് ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആ റിസൾട്ട് എന്തായാലും ഗംഭീരമായി എന്ന് തന്നെ പറയേണ്ടി വരും. ദ വിഷൻ ടീമിൻ്റെ കയ്യിലേക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് എത്തുമ്പോൾ ദ ഊസോസിൻ്റെ ഭാവി എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ പങ്ക്, റോമൻ ഇവരുടെ ഒരു സ്റ്റോറി ലൈനിലേക്ക് ഊസോസ് ഡയറക്റ്റ് ഇൻവോൾവ് ആകുമോ? അങ്ങനെ ഇൻവോൾവ് ആയാൽ റോമൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കാണാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള റോ എപ്പിസോഡുകളിൽ റസൽമീനിയ 42 സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ആംഗിൾ കൂടി പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് കോഡി റോഡ്സ് എന്ന് പറയുന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അപ്രതീക്ഷിതമായിട്ട് റോ കിക്ക് ഓഫ് ചെയ്യുന്നത് ഈ ഒരു ചാമ്പ്യൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. കോഡി റോഡ്സ് റിങ്ങിലേക്ക് വരുന്നു. അപ്രതീക്ഷിതമെന്നോണം 2026 ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റി ആയിട്ട് അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റെഫനി മിക്മാൻ എന്ന് പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറും അങ്ങോട്ടേക്ക് വരുന്നു. സ്റ്റെഫനി മിക്മാൻ്റെ ഈ ഒരു വരവ് പിന്നീട് കോഡി റോഡ്സിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിലേക്കാണ് പോയത്. ആ ഒരു സെഗ്മെൻറ്റിൽ കോഡി റോഡ്സിൻ്റെ അച്ഛനെ സംബന്ധിച്ചൊക്കെ സ്റ്റെഫനി മിക്മാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിൻ്റെ അച്ഛനെ പോലെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഒരു റെസ്ലറായി നീ നിന്നാൽ മാത്രമേ റാൻഡി ഓർട്ടൺ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഏറ്റവും ക്രൂരനായ റെസ്ലറിനെതിരെ നിനക്ക് വിജയിക്കാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം നീ ഈ ഒരു കണക്കിനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ റെസ്ലർമേനിയയിൽ നിന്നെ പുട്ടുപോലെ റാൻഡി ഓർട്ടൺ തോൽപ്പിക്കും എന്നുള്ളതും സ്റ്റെഫനി മിക്മാൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ഇതേ നാണയത്തിൽ കോഡി റോഡ്സ് തിരിച്ചടിക്കുന്നുണ്ട്. അത് സ്റ്റെഫനി മിക്മാൻ്റെ അച്ഛനായ വിൻസ് മിക്മാൻ എന്ന് പറയുന്ന മുൻ ചെയർമാനെ സംബന്ധിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് വിൻസ് മിക്മാൻ്റെ പേര് മെൻഷൻ ചെയ്യാതെ തന്നെ കോഡി റോഡ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇഷ്ടപ്പെടാതെ വന്ന സ്റ്റെഫനി മിക്മാനെ കോഡി റോഡ്സിൻ്റെ മുഖത്തേക്ക് ഒരു അടി കൊടുക്കുന്നു. ആ സ്ലാപ്പ് കിട്ടിയതിന് ശേഷം ഇത് എനിക്ക് നന്നായി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് കോഡി റോഡ്സ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അതായത് ആ സ്റ്റെഫനിയുടെ വാക്കും സ്റ്റെഫനിയിൽ നിന്ന് കിട്ടിയ അടിയും അത് കോഡി റോഡ്സ് റാൻഡി ഓർട്ടനെതിരെ പ്രയോഗിക്കാൻ പോകുന്ന ഒരു വജ്രായുധമായിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കാണിച്ചിട്ടുള്ളത്. നാലാമത്തെ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ചിരുന്നത് MSG എന്ന് പറയുന്ന ലോക പ്രശസ്ത എറീനയിൽ വെച്ച് മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വെച്ച് ബ്രോക്ക് ലെസ്നറും ഒബാഫെമിയും തമ്മിലുള്ള ഒരു ഗംഭീര ഫൈറ്റ് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. ബ്രോക്ക് ലെസ്നർ ഒരു റെസ്ലിംഗ് മത്സരത്തിന് വരുന്ന രീതിയിൽ ആ ഗിയറൊക്കെ ധരിച്ച് ഗ്ലൗവൊക്കെ ധരിച്ച് വരുന്നത് കണ്ടപ്പോൾ ഒരു കിടിലൻ അടി നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. ഒബാഫെമിയും സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ തൂക്കി എറിഞ്ഞുകൊണ്ട് ആ ഒരു റിങ്ങിലേക്ക് കയറിയപ്പോൾ ഒരു അടി നമ്മളവിടെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ മൊട്ടത്തലയനായ ട്രിപ്പിൾ എച്ച് അതിൻ്റെ ഇടയിൽ കയറി ആ ഒരു ഫൈറ്റിന് ഒരുങ്ങി നിന്ന 2 പേരെയും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പറഞ്ഞയക്കുന്നു. അപ്പോൾ എന്തിനാണ് ട്രിപ്പിൾ എച്ച് ഇതിൻ്റെ ഇടയിലേക്ക് കയറിയത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ബിഗ് ഫൈറ്റ് ഫീല് ഒബാഫെമിയും ബ്രോക്ക് ലെസ്നറും തമ്മിലുള്ള മത്സരത്തിന്, റസൽമീനിയ മത്സരത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ UFC മാച്ചിൻ്റെ ആ ഒരു പ്രസ് കോൺഫറൻസും അവരുടെ ആ ഒരു
പരിപാടി നമുക്ക് കണ്ടിട്ടുള്ള ആരാധകർക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും. UFC പ്രസിഡൻ്റായ UFC പ്രൊമോട്ടറായ ഡാന വൈറ്റി ഇതുപോലെ ഫൈറ്റേഴ്സിൻ്റെ നടക്ക് നിന്ന് ഫൈറ്റേഴ്സ് ഇങ്ങനെ ഉന്തുന്നള്ളും ഉണ്ടാകുമ്പോൾ അവർ പിടിച്ചു മാറ്റാറുണ്ട്. ആ ഒരു ലെവൽ ഓഫ് മാർക്കറ്റിംഗ് ആണ് ഇവിടെ ട്രിപ്പിൾ എച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബിഗ് ഫൈറ്റ് ഉണ്ടാക്കി, റിയൽ ഫൈറ്റാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉണ്ടാക്കി, ഇവരുടെ ക്യാരക്ടേഴ്സ് വലിയ അതിഭീകരന്മാരാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ച് റസൽമേനിയയിലേക്ക് മാക്സിമം മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളൊരു തന്ത്രമാണ് ട്രിപ്പിൾ എച്ച് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കാതിരുന്നത്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി കൊടുത്തിട്ട് അത് നടക്കാതിരുന്നത്. അപ്പോൾ ഒരു ബിഗ് ഫൈറ്റ് തന്നെയായിരിക്കും റസൽമേനിയ 42 നടക്കാൻ പോകുന്നത്. ട്രിപ്പിൾ എച്ച് ഇൻവോൾവ് ആകാനുള്ള കാരണമാണ് ഞാൻ വെളിപ്പെടുത്തിയത്. ഇനി ഇതല്ല, നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഒരു തന്ത്രമാണ് ട്രിപ്പിൾ എച്ച് അവിടെ വന്നതിന് പിറകിലുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. എംബസ്റ്റിയിൽ വെച്ചിട്ടൊരു ഫൈറ്റ് നടക്കേണ്ടതായിരുന്നു, അത് എനിക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ എന്തോ അവർ ആ ഒരു ഫൈറ്റ് നടത്തിയില്ല. എന്തായാലും ഒരു ബിഗ് ഫൈറ്റ് റസൽമേനിയ 42 ഉണ്ടാകുമെന്നുള്ളത് 101% ഉറപ്പായിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് റോമൻ റെയിൻസിനെ തൂക്കിയടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോമൻ റെയിൻസ് സ്പിയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് ഒരു എക്സിക്യൂട്ടീവിനെതിരെ പോകുന്നതും CM പങ്ക് ഈ അവസരം മുതലെടുത്തുകൊണ്ട് റോമൻ റെയിൻസിനെ GTS കൊടുത്ത് ആക്രമിക്കുന്നതും തുടർന്ന് പവർ ബോംബ് കൊടുത്ത് കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ആക്രമിക്കുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റിലേക്കാണ് നയിച്ചത്. എന്തായാലും തുടർച്ചയായിട്ടുള്ള റോ എപ്പിസോഡുകളിലൊക്കെ CM പങ്ക് ഇപ്പോൾ റോമൻ റെയിൻസിന് എതിരെ ഒരു ആധിപത്യം നേടിയെടുക്കുന്നതാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ആഴ്ച റോമൻ CM പങ്കിനെ പവർ ബോംബ് ചെയ്തുകൊണ്ട് ഫിസിക്കലായിട്ട് ആധിപത്യം നേടിയെടുത്തുന്നുണ്ടെങ്കിലും അവസാനത്തെ ഒരു ചിരിയിൽ CM പങ്ക് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ആ ഒരു സെഗ്മെൻറ്റ് കൊണ്ടുപോകുന്നതായി കാണാൻ സാധിച്ചു. ഇന്നിപ്പോൾ ഇതാ ഫിസിക്കലായി റോമൻ റെയിൻസിന് എതിരെ CM പങ്കിന് വലിയൊരു മേധാവിത്വം നേടാൻ സാധിച്ചിരിക്കുന്നു. പക്ഷേ റോമൻ റെയിൻസിൻ്റെ ഒരു ചിരിയോ മറ്റു ഭാഗങ്ങളോ നമുക്ക് പങ്കിനെതിരെയും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഫിസിക്കലായിട്ടും വേർഡ്സിലൂടെയും ഇപ്പോൾ പങ്ക് ഈ ഒരു സ്റ്റോറി ലൈനിൽ ഒരു പടി മുകളിലേക്ക് കയറുന്നിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ഇന്നത്തെ റോ എപ്പിസോഡിന് ശേഷം വരുന്നുണ്ട്. എന്തായാലും CM പങ്ക് കിളവനാണ് എന്ന് പറഞ്ഞതിനുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ റോമൻ റെയിൻസിന് നേർക്ക് പങ്ക് ഇത്രയും വലിയൊരു ഫൈറ്റ് കാണിക്കാനുള്ള ഒരു കാരണം. റോ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് റോമൻ റെയിൻസ് ഇൻസ്റ്റഗ്രാമിലൂടെ നീ കുറച്ച് റെസ്റ്റ് എടുക്കുക, നീ ഇപ്പോൾ ഒരു ഓൾഡ് മാൻ ആണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഈ ഒരു അടിയിലൂടെ പങ്ക് കൊടുത്തിരിക്കുന്നത്. റോ എപ്പിസോഡിന് ശേഷം റോമൻ റെയിൻസ് ആ ഒരു കമൻറ്റേഴ്സിൻ്റെ ചെയറിൽ ഇരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ നോക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹം ഓക്കെയാണ്, അദ്ദേഹം കുറച്ച് ഫ്രസ്ട്രേറ്റഡ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു തിരിച്ചടി ഇനി എന്നാണ് റോമൻ റെയിൻസ് കൊടുക്കുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. അടുത്ത റോ എപ്പിസോഡിൽ എന്തായാലും റോമൻ റെയിൻസ് വരുന്നില്ല. റോമൻ റെയിൻസ് പിന്നീട് വരുന്നത് റസൽമേനിയ 42 മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡിലാണ്. അന്നൊരു ഫൈറ്റ് നടക്കാനൊരു സാധ്യത കാണുന്നില്ല. കാരണം റസൽമേനിയ പോലെയുള്ള ഒരു ഷോ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു ഫൈറ്റ് എന്തായാലും നടത്തില്ല. അങ്ങനെ ഒരു ഫൈറ്റ് നടത്തി ആർക്കെങ്കിലും ഇഞ്ചുറി പറ്റിയാൽ അത് റസൽമേനിയയെ നല്ലതുപോലെ ബാധിക്കും. അതുകൊണ്ട് തന്നെ റസൽമേനിയയിലായിരിക്കും റോമൻ റെയിൻസ് മാച്ച് ക്വാളിറ്റിയിലൂടെ ഇതിനുള്ളൊരു മറുപടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ റോ എപ്പിസോഡിലെ സ്റ്റോറി ലൈനിലൊക്കെ കാണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.